വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിന്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജൂൺ 25 ചൊവ്വാഴ്ച. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ലോകം ഒന്ന് നന്നാക്കുക എന്ന്. പലപ്പോഴും പല സംഭാഷണങ്ങളുടെ അവസാനം നമ്മൾ വന്നു നിൽക്കുന്നത് ഇങ്ങനെയാണ്: എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്? എന്നിട്ട് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ആകുലരാകുകയും വിമർശിക്കുകയും നിരാശപൂർവ്വം സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റുള്ളവർ നിങ്ങൾക്കായി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവർക്കായി ചെയ്തു കൊടുക്കുക. ഒരു പക്ഷേ സുവിശേഷത്തില് എപ്പോഴും തിളക്കമാർന്ന വചനങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. പല കാര്യങ്ങളെക്കുറിച്ചും പരാതി പറയുകയും പല കാര്യങ്ങളെക്കുറിച്ചും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകള് എപ്പോഴും കംപ്ലൈന്റ് ബോക്സുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സന്യാസ ജീവിതത്തിലെയും സമർപ്പണ ജീവിതത്തിലെയും കുടുംബ ജീവിതത്തിലെയും ആളുകള് പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കെട്ടുപോകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മള് മറ്റുള്ളവരെ ഒരു ഫ്രെയിമിൽ അടച്ചു വെച്ച് ആ ഫ്രെയിമിൽ നിന്ന് പുറത്തു പോകാതെ അവരെ ശ്വാസം മുട്ടിക്കുമ്പോഴാണ് അവരുടെ സന്തോഷവും നമ്മുടെ സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നന്നായിട്ട് പോകണമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒരുപാടധികം സങ്കടപ്പെടുന്നു നമ്മൾ കാണാറുണ്ട്. വെയിലാണെങ്കിൽ വെയിലിന് കുറ്റം, മഴയാണെങ്കിൽ മഴയ്ക്ക് കുറ്റം എന്ന് പറഞ്ഞ് എപ്പോഴും കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതാണ് ഒരുപക്ഷെ നമ്മളുടെ നന്മയുടെ വ്യാപ്തി കുറഞ്ഞു പോകാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം. അത് മാത്രമല്ല, ഈശോ സുവിശേഷത്തില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേല് മഴ പെയ്യിപ്പിക്കുന്നില്ലേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നില്ലേ? ഇതുപോലെ തന്നെ നമ്മളെല്ലാം ജീവിതത്തില് നന്മ മാത്രമല്ല നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത്. ചിലപ്പോഴെല്ലാം ബലഹീനരായ ആളുകളിൽ നിന്ന് കേൾക്കുന്ന വേദനയെ കൂടി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തു ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവര് എങ്ങനെ നമ്മളോട് പെരുമാറണമോ, മറ്റുള്ളവര് എങ്ങനെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണമോ, അതുപോലെ നമ്മൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാകണം. അത് മാത്രമേ ഒരു ക്രൈസ്തവന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വചനഭാഗം നമ്മളോട് പറയുന്നത് തന്നെയാണ്. നമ്മളെല്ലാം ജീവിതത്തില് മറ്റുള്ളവരോട് നമ്മൾ നന്നായിട്ട് പെരുമാറുക, ബാക്കിയെല്ലാം ദൈവത്തിന് പരമേൽപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.